വേഗം പ്രൊഡിക്ട് ചെയ്തു. ഇവർക്ക് നാളെ 2 എക്സാം ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. സോ പെട്ടെന്ന് പ്രൊഡിക്ട് ചെയ്തു. അപ്പൊ കെമിസ്ട്രി ജുസാർ നോക്കും വേഗം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ SSLC ബയോളജിയിലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളും നമുക്ക് ഇതാ നോക്കാം കേട്ടോ. അപ്പൊ ഇത് എന്തായാലും മക്കൾ പഠിച്ചിരുന്നേ പറ്റൂ, കാരണം ഇത് എക്സാമിന് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഫാസിൽ സാറും ശ്രുതി മിസ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചിന്തിച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. സോ ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഓക്കെ, നമ്മുടെ ന്യൂറോണിന്റെ ഘടന അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ്, എല്ലാ കൊല്ലവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസെപ്റ്റേഴ്സ് ഇൻ ആനിമൽസ്, അതായത് മറ്റു ജീവികളിലെ ഗ്രാഹികൾ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ, നമ്മൾ മൈലിൻ ഷീത്ത് പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ധർമ്മങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് ആൻസർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ലൈവിൽ SSLCയുടെ ലൈവിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളുടെ ഒക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഈ കാര്യങ്ങളുടെ ഒക്കെ ഉത്തരങ്ങൾ നമ്മളെ ലൈവിൽ ഉണ്ടാവും കേട്ടോ. അടുത്ത നോക്കുകയാണെങ്കിൽ ബ്രെയിൻ പാർട്സ് ആൻഡ് ഫങ്ഷൻസ്, നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളും ധർമ്മവും, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണെങ്കിൽ അൽസൈമർ, ദെൻ നമ്മുടെ പാർക്കിൻസൺസ്, അതേപോലെ എപ്പിലെപ്സി, ഈ 3 രോഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ഐ സ്ട്രക്ചർ, കണ്ണിന്റെ ഘടന, നമുക്കറിയാം കണ്ണിന്റെ ഘടന എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, എന്തൊക്കെ നമ്മൾ അതിൽ മാർക്ക് ചെയ്യണം അല്ലെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അത് ഏത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഐന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കൊല്ലവും റീഡ്രോ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ദെൻ നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാനേരിയ ഹൗസ് ഫ്ലൈ സ്നേക്ക്, ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല മക്കളെ. ഇവരുടെ ഓരോരുത്തരുടെയും ഓർഗന്റെ പേര് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. പ്ലാനേരിയ, ഈച്ച, പാമ്പ്, ഇത് എന്തായാലും പദജോടിയായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ കൊല്ലവും വരുന്ന ഒന്നാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ റോഡ് സെൽ ആൻഡ് കോൺ സെൽ, റോഡ് കോശവും കോൺ കോശവും തിരിച്ചറിയാനും അവയുടെ ധർമ്മം, ഫംഗ്ഷൻ എഴുതാനും വരും. ഓക്കെ, ദെൻ സ്റ്റേജസ് ഇൻ ഇയർ ഓർ ടങ് ഓർ നോസ്, നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ചെവി ആയിക്കോട്ടെ, ചെവിയിൽ എങ്ങനെയാണ് നമുക്ക് കേൾവി കിട്ടുന്നത്, ടങ് നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, രുചി അറിയുന്നത് എങ്ങനെയാണ്, അതേപോലെ നോസ് നമ്മൾക്ക് സ്മെല്ല് കിട്ടുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് ഇമ്പൾസ് ഉണ്ടാകുന്നു, അത് അവിടേക്ക് പോകുന്നു, അങ്ങനെ കുറേ പ്രോസസ്സുകളില്ലേ, സ്റ്റെപ്സ്, നമുക്ക് അത് ജമ്പിൾ ചെയ്ത് തന്നിട്ടൊക്കെ ഓർഡർ ആക്കാനൊക്കെ വരാറുണ്ട്. സോ ആ ഒരു പ്രോസസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കുകയാണെങ്കിൽ ഇയർ സ്ട്രക്ചർ, ഇയർ സ്ട്രക്ചറിലെ എല്ലാ കൊല്ലവും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് നമ്മൾ ഇന്റേണൽ ഇയർ അഥവാ ആന്തരകർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോക്ലിയം, അതേപോലെ തന്നെ നമ്മളെ സെമി സർക്കുലർ കനാൽസ്, അർദ്ധവൃത്താകാര കുഴലുകൾ, അവരെല്ലാവരും ഇങ്ങനെ തന്നിട്ട് ആ ഒരു സ്ട്രക്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൈവിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കും കേട്ടോ. അടുത്ത ഡയബറ്റിസ് അഥവാ പ്രമേഹം, നമ്മൾ 3ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇത് എന്തായാലും പഠിച്ചിരിക്കണം, ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം, ഉറപ്പായും നമ്മുടെ എക്സാമിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത നോക്കുകയാണെങ്കിൽ പിക്ചർ ഓഫ് ഈച്ച് ഗ്ലാൻഡ്, നമുക്ക് കുറേ ഗ്രന്ഥികൾ പഠിക്കാനില്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ്, അതായത് പാൻക്രിയാസ് ആയിക്കോട്ടെ, തൈറോയ്ഡ്, പാരാതൈറോയ്ഡ്, ഇവരൊക്കെ നമ്മളെ ഹീറോസ് ആണ്. ഇവരൊക്കെ എന്തായാലും നമുക്ക് ഇവരുടെയൊക്കെ പിക്ചേഴ്സ് നമ്മൾ നല്ലപോലെ പഠിച്ചിരിക്കണം. അത് ഓരോന്നും കാണുമ്പോഴും ഏത് ഗ്ലാൻഡാണ് ഏത് ഗ്രന്ഥിയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത നോക്കുകയാണെങ്കിൽ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് കാൽഷ്യം എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ തൈമസ് ഗ്ലാൻഡ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമിന് ചോദ്യം വരാൻ ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് തൈമസ് ഗ്ലാൻഡ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിറമോൺ ആൻഡ് പ്ലാന്റ് ഹോർമോൺ, ഇത് കുറച്ച് അധികം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ 1 മാർക്കിന്റെ ചോദ്യമൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ ഇതാണ് നമ്മളുടെ SSLC ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞത്. സോ ഫ്രണ്ട്സിനൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതാണ്. ഇത് പഠിക്കാതെ മക്കളെ നിങ്ങൾ എക്സാമിന് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെ നോക്കി വെക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വീഡിയോന് താഴെ വി ആർ റെഡി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കൂടെ ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് ലൈവിൽ കാണാം.